ചൂട് അതിശക്തമാണ്. അതിനേക്കാൾ ശക്തമായ ചൂടാണ് ഇലക്ഷൻ രംഗത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ന് ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ എത്തി നിൽക്കുന്നത് തൃപ്രയാറിലാണ്. ജനമനസ്സുകളിൽ എന്താണ് ഈ വരുന്ന ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനെ കുറിച്ച് രണ്ട് വാക്ക്. ആരായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ള അതിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഇതിൽ സുനിലേട്ടനാണ് ഇവിടെ വിജയസാധ്യത ഉള്ളത്. കാരണം ആള് ഈ മണ്ഡലത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. മറ്റൊക്കെ രണ്ട് പ്രാവശ്യം MLA കൃഷിമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആൾ ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ആളെ 100% ആൾ സുനിലേട്ടനാണ് ഞാൻ ജയിക്കൂടെ. ആരായിരിക്കും എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്രയും നല്ല പോരാട്ടമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടു കൂട്ടരും ഭരിച്ചു, അല്ലെങ്കിൽ ഇതായി ഇനി മാറ്റം എന്തായാലും വേണം. അപ്പോൾ അതിന് പുതിയൊരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനും തീരുമാനിച്ചിരിക്കും. ആരായിരിക്കും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അധികാരത്തിൽ വരണമെന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്? സുരേഷ് ഗോപി. ഇവിടെ എന്തായാലും സുനിൽകുമാറിനാണ് സാധ്യത. ചേട്ടാ, ഈ വരുന്ന ലോക്സഭ ഇലക്ഷനിൽ ആരായിരിക്കും അധികാരത്തിൽ വരിക എന്നൊരു UDF വരും. UDF വരും. കരുണാകരൻ്റെ മകനാണ് വരാൻ സാധ്യത. മുരളി തന്നെ ജയിക്കും എന്നുള്ളതാണ് 100% ഉറപ്പാണ്. 100% കോൺഗ്രസ് തന്നെ പറഞ്ഞു. വേറെ ആരും എന്നിട്ട് കാര്യമൊന്നുമില്ല. കോൺഗ്രസ് തന്നെ വരണം. ഞാൻ ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി ജയിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഒരു തവണയെങ്കിലും നോക്കണ്ടേ, ട്രൈ ചെയ്ത്. ഇത്രയും കാലങ്ങൾ ഭരിക്കുന്ന മറ്റൊരല്ലേ. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ത്രികോണ മത്സരം ശക്തമാണ്. 3 സ്ഥാനാർത്ഥികൾ ശക്തമാണ്. സുരേഷ് ഗോപിയിലുള്ളോ? തരംഗാണ്. ഒരു മാറ്റം ആവശ്യമല്ലേ? എന്തായാലും അത് ആഗ്രഹിക്കുന്നുണ്ട്. ചേട്ടാ, ഈ വരുന്ന ലോക്സഭ ഇലക്ഷന് ശക്തമായൊരു മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട്. 3 സ്ഥാനാർത്ഥികളും ശക്തന്മാരാണ്. ആര് വരണമെന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? സുനിൽകുമാർ. കാരണം സുനിൽകുമാർ നല്ലൊരു വ്യക്തിയുടെ പേരിൽ പറയുന്ന മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ മണ്ഡലത്തിൽ ആരായിരിക്കും ജയിക്കുക? തൃശ്ശൂർ മണ്ഡലത്തിൽ കെ മുരളീധരൻ ജയിക്കും. എല്ലാ ഭരണവും കണ്ടും മടുത്തു. ഇടതുപക്ഷമായാലും ശരി, വലതുപക്ഷമായാലും ശരി, കണ്ടും മടുത്തു. ഇപ്പോൾ സുരേഷ് ഗോപി, ഞാൻ BJP കാരനല്ല, എനിക്കതിന് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ സുരേഷ് ഗോപി വരണമെന്നാണ് ആഗ്രഹം. ആരായിരിക്കും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ അധികാരത്തിൽ വരും? സുനിൽകുമാർ ആയിരിക്കില്ലേ? സുനിൽകുമാറായി. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും ആരായിരിക്കും അധികാരത്തിൽ വരിക? സുരേഷ് ഗോപി. സുനിൽകുമാർ. ലോക്സഭാ മണ്ഡലത്തിൽ ഇലക്ഷൻ കഴിയുമ്പോൾ ആരായിരിക്കും അധികാരത്തിൽ വരിക? സുനിൽകുമാർ. ഞാൻ സുനിൽകുമാർ ജയിക്കുന്നതാണ് വിചാരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ജനകീയനായിട്ടുള്ളൊരു മന്ത്രി, MLA എന്നുള്ള എല്ലാ കൺസെപ്റ്റിലും ആളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആൾക്ക് തന്നെയാണ് സാധ്യത. സുരേഷ് ഗോപി സാർ വരണമെന്നാണ് ആഗ്രഹം. കാരണം എന്താണ്? കാരണം അദ്ദേഹം വന്നാൽ വികസനം, തൃശ്ശൂരിന് ഒരു വികസനം പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശ്ശൂരിന് വികസനം സുരേഷ് ഗോപിയുടെ ആയിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതെ. ആര് വന്നാലും നമ്മൾ പണിയെടുത്ത് ജീവിക്കാം, അത്രേ ഉള്ളൂ. അല്ല, ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തായാലും വോട്ട് ചെയ്യണമല്ലോ. ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ആരെങ്കിലും ഭരിക്കട്ടെ, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല.